ഒമാനിൽ റമദാൻ വ്രതം നാളെ ആരംഭിക്കും. മാസപ്പിറവി കണ്ടതായി മതകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തയിലേക്ക് നമ്മൾ ആദ്യം പോവുകയാണ്. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുരേഷ്, ഇനി വ്രതശുദ്ധിയുടെ നാളുകളാണ്. എന്താണ് അറിയിപ്പ് നൽകിയിരിക്കുന്നത്? പുതിയ വാർത്ത വരുന്നത് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഒമാൻ, സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും നാളെയാണ് റമദാൻ വ്രതം ആരംഭിക്കുന്നത്. ഷവ്വാൽ 29-ന് ആണ്, ഷാബാൻ 29-നാണ് ഇപ്പോൾ ഇന്ന് മാസപ്പിറവി കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള മാസം, 9ാമത്തെ മാസം, ഇസ്ലാമിക് കലണ്ടർ പ്രകാരമുള്ള 9ാമത്തെ മാസം നാളെ ആരംഭിക്കുകയാണ് റമദാൻ വ്രതം. പകൽ മുഴുവൻ അന്നപാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ച് വിശ്വാസികൾ കഴിയും. രാത്രികാലങ്ങളിൽ പ്രാർത്ഥനാ നിർഭരമായും അവർ കഴിച്ചുകൂട്ടും. അങ്ങനെ വ്രതവിശുദ്ധിയുടെ നാളുകളാണ് ഇനിയുള്ള ദിവസങ്ങൾ. കഴിഞ്ഞ 11 മാസങ്ങളിലായി അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ, വരാൻ പോകുന്ന 11 മാസങ്ങളിൽ സംഭവിക്കാനിടയുള്ള തെറ്റുകൾ, അതൊക്കെ മാപ്പാക്കണമെന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ് വിശ്വാസികൾക്ക് ഇനി മുന്നിലുള്ളത്. നാളെ റമദാൻ വ്രതം ആരംഭിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇസ്ലാമിക പ്രകാരമുള്ള 5 സ്തംഭങ്ങളിലെല്ലാം ഒത്തുചേരുന്നത്, അത് പടച്ചവനിലുള്ള വിശ്വാസമാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും ദാനധർമ്മങ്ങളാണെങ്കിലും എല്ലാം ഒരുമിച്ച് ചേർന്ന് ഏറ്റവും വിശുദ്ധമായിട്ടുള്ള മാസമാണ് റമദാൻ. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഏറ്റവും പവിത്രമായിട്ടുള്ള ഈ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു. ഇന്ന് വൈകുന്നേരമാണ് ഈ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ മാസപ്പിറവി കണ്ടതായിട്ടുള്ള പ്രഖ്യാപനം വരുന്നത്. UAE വളരെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ മാസപ്പിറവി ദർശിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ച് ഡ്രോൺ അടക്കമുള്ള സംവിധാനം, അത് ലോകത്ത് ആദ്യമായിട്ടാണ് ഡ്രോൺ സംവിധാനം. ആ ഡ്രോണിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ക്യാമറ പ്രവർത്തിക്കുന്ന ഡ്രോൺ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് മാസപ്പിറവി ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത്. മതകാര്യ മന്ത്രാലയങ്ങളും വാനനിരീക്ഷണ കേന്ദ്രങ്ങളും എല്ലാം ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. പലയിടത്തു നിന്നും പല രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഇതേപോലുള്ള വാർത്തകൾ വരികയാണ്. ഏതായാലും സൗദി അറേബ്യയും ഇക്കാര്യം സ്ഥിരീകരിച്ചു. കാരണം ജിദ്ദ അടക്കമുള്ള ഭാഗങ്ങളിൽ, സൗദിയുടെ ജിദ്ദ അടക്കമുള്ള ഭാഗങ്ങളിൽ കാർമേഘമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മാസപ്പിറവി കാണാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. റിയാദിൽ നിന്നുമാണ് ഇത് സ്ഥിരീകരിച്ചിട്ടുള്ള വാർത്ത വന്നത്. സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുരേഷ്, വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടന്നു കഴിഞ്ഞു. അതേസമയം ഈ തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിൽ, അവയ്ക്ക് ജോലി സമയത്തേക്കുള്ള ക്രമീകരണങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ റംദാൻ കാലത്തുണ്ടാകും. ആ രീതിയിൽ എന്തെല്ലാം അറിയിപ്പുകൾ ഇപ്പോൾ വിവിധ തലങ്ങളിൽ നിന്ന് നൽകുന്നുണ്ട്? തീർച്ചയായും വലിയ സംവിധാനങ്ങൾ, വലിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത് പ്രാർത്ഥനയ്ക്കാണെങ്കിലും അതോടൊപ്പം തന്നെ വൈകുന്നേരം നോമ്പ് തുറക്കുന്നതിന് ഇഫ്താറിന് വേണ്ടിയിട്ടാണെങ്കിലുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക്, ജോലി ചെയ്യുന്ന ആളുകൾക്ക്, സർക്കാർ സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക്, ഇങ്ങനെ പല മേഖലകളും പല തട്ടുകളുമായി തിരിച്ചിട്ടാണ് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ UAE സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ്. അതോടൊപ്പം തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് 2 മണിക്കൂർ ഇളവ് നൽകണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്കൂളുകളുടെ പ്രവർത്തനം സമയം കുറവുണ്ടാകും. മാത്രമല്ല, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് റിമോട്ട് വർക്കിംഗ് ആകാമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കാരണം കുടുംബത്തോടൊപ്പം റമദാൻ എന്നുള്ളതാണ് പല രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അതുകൊണ്ട് തന്നെയാണ് UAE-യിലൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്കൂളുകൾ റിമോട്ട് വർക്കിംഗ് ആയിരിക്കും. ഇത്തരത്തിൽ വിപുലമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് വിശ്വാസികൾക്കായി. ശരി, ഗൾഫ് രാജ്യങ്ങളിൽ റമദാൻ വ്രതം നാളെ തുടങ്ങുന്നതായിരിക്കും. സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്.